എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്തയിടെ ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിക്കും ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹവും എല്ലാ ക്രിസ്തീയ സഭാ അംഗങ്ങളും അതിശക്തമായി നീതിക്ക് വേണ്ടി ഇടപെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ മെസ്സേജും കൂടെ പാസ് ചെയ്യുന്നത്. അതായത് ആ സ്ത്രീ തൊടുപുഴ ചുങ്കം ഭാഗത്തുള്ള ചേരിയിൽ കുടുംബത്തിലാണ് ആ സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം അവർക്ക് ആ കുടുംബത്തുണ്ടായ തിക്താനുഭവങ്ങൾ തൊടുപുഴ ചുങ്കം മേഖലയിലെ 99% ജനങ്ങൾക്കും വളരെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ ഫാമിലി പോലും ആ കുടുംബത്തിന് സപ്പോർട്ടായിട്ട് ആ പ്രദേശത്തില്ല. കാരണം ഇവരുടെ ഈ നീചമായ പ്രവൃത്തികൾ അവിടെ ഉള്ള എല്ലാ ജനങ്ങൾക്കും ബോധ്യമാണ്. അവിടെയുള്ള തൊട്ടടുത്തുള്ള ഒരു അയൽവാസിനെ അവരെ കല്ലിനിടിച്ച് നശിപ്പിച്ച്, അതായത് ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ എന്താണ്, അതായത് ആടിനെ അഴിച്ച് പറമ്പിൽ കെട്ടുന്ന സമയത്ത് ആ ആടിൻ്റെ കുഞ്ഞ് അതിലെ ഓടി നടന്നു. ഇവർ കപ്പ ഉണക്കാനിട്ടതിനകത്ത് ആടിൻ്റെ കുഞ്ഞ്, അതായത് ഉണക്കക്കപ്പ ഒരിക്കലും ആടിൻ്റെ കുഞ്ഞ് കടിക്കുക പോലുമില്ല, പക്ഷെ ഒരു കാരണം അത്രേ ഉള്ളൂ. അതിൻ്റെ പേരിൽ വന്ന് ആ മനുഷ്യനെ ഈ ബോബിയുടെ അനുജൻ, അയാൾ സ്കൂളിലെ അധ്യാപകനാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തൻ കല്ലിനിടിച്ച് നശിപ്പിച്ച് അവരുടെ അമ്മേനെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, ആ മനുഷ്യനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തി കല്ലിനിടിച്ച് തകർന്ന്, പിന്നെ ഹോസ്പിറ്റലെല്ലാം പോയി കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു, ശരിക്കും എന്താ പറയുക, തിരുട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പക്ക ഫ്രോഡായിട്ടുള്ളൊരു ഫാമിലി. ഇവരുടെ ഈ മരണത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഭർത്താവായ നോബിയേക്കാളുപരി നോബിയുടെ ഒരു സഹോദരനായ ബോബി ചേരിയിൽ എന്നൊരു കള്ളപ്പാതിരിയുണ്ട്, പുരോഹിതൻ എന്നുള്ള വേഷത്തിൽ. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കൊലപ്പെടുത്തിയ 2500 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കൊലപ്പെടുത്തിയത് ഒരു പുരോഹിത വർഗമാണെന്ന് നമ്മുടെ ബൈബിളിൽ നമ്മുടെ സഭകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പുരോഹിത വർഗത്തിൻ്റെ, അതായത് യേശുക്രിസ്തുവിനെ കൊന്ന പുരോഹിത വർഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കണ്ണിയായിട്ടാണ് എനിക്ക് ഇയാളെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അയാളൊക്കെ ക്രിസ്തീയ സഭയിൽ നിലനിൽക്കുന്നത് ഈ ലോകത്തുള്ള സകല ക്രിസ്ത്യാനികൾക്കും സകല മനുഷ്യർക്കും ഏറ്റവും അപമാനമാണ്. അതുകൊണ്ട് അയാളാണ് ഇതിൻ്റെ യഥാർത്ഥ ഒന്നാം പ്രതി. കാരണം അത് ആ പ്രദേശത്തുള്ള പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇയാൾ ആദ്യം സെമിനാരിയിൽ പോയി കുറേ നാൾ അവിടെയൊക്കെ എന്തൊക്കെ തരികിട കാണിച്ചു വന്ന് പുള്ളി കല്യാണം കഴിക്കാനായിട്ട് വീണ്ടും തിരിച്ചു വന്നു. പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തു. ഒരു പെണ്ണിനെയും കിട്ടിയില്ല. അയാൾക്കൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കിട്ടാണ്ടിരുന്ന് നന്നായി കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഷൈനിയേക്കാൾ ഉപരി ഉള്ള പീഡകൾ അനുഭവിച്ച് ഇതിനോടകം മണ്ണോട് മണ്ണാവേണ്ട കാലങ്ങൾ കഴിഞ്ഞുപോയി. അതുകൊണ്ട് അയാൾക്കൊരു പെണ്ണിനെയും കിട്ടിയില്ല. അവസാനം അയാൾ എന്ത് ചെയ്തു, വീണ്ടും സെമിനാരിയിലേക്ക് തന്നെ പോയി. സെമിനാരിയിൽ പോയി ഇപ്പോൾ കുപ്പായൊക്കെ ഇട്ട് പാതിരിയായി. അങ്ങനെ സെമിനാരിയിൽ അയാൾ രണ്ടാമത് പോയത് പല ഉദ്ദേശങ്ങളുണ്ടാവാം, എന്തു ആയിക്കോട്ടെ. എന്തായാലും അയാളാണ് ഇതിൻ്റെ നമ്പർ 1 ഉത്തരവാദി. അത് ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം. അതിനുശേഷം അതിന് ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നൊരൊറ്റ വാക്കിൽ ഞാനത് പറഞ്ഞു നിർത്തുന്നു. അതിനുശേഷം അവർ ഈ കുടുംബത്തിൽ നിന്ന് പിണങ്ങി അവരുടെ സ്വന്തം കുടുംബത്തിൽ പോയി. അവിടെ ചെന്നിട്ട് തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കാനായിട്ട് അവർ പല ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് അപേക്ഷിച്ചു. ഏകദേശം കോട്ടയം ജില്ലയിൽ തന്നെ 12ഓളം സ്ഥാപനങ്ങളിൽ അവർ ജോലിക്ക് അപേക്ഷിച്ചു. അവർക്ക് ജോലി കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, അതിന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങളൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. അതായത് ഇവരെ ഒരു രീതിയിലും അവിടെ എവിടെയും ജോലി ചെയ്യാനായിട്ട് ഇവർ അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം ഇവരോടുള്ള ശത്രുത ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരെങ്ങനെയും തിരിച്ചു വരണം. എങ്ങനെയും തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കുടുംബത്തിലെ മൊത്തം കാര്യങ്ങളും ഈ സ്ത്രീയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പറമ്പിലെ പണി, പശുവിനെ നോട്ടം, ആടിനെ നോട്ടം, കോഴി വളർത്തൽ, പന്നി വളർത്തൽ, വാഴക്കൃഷി, അതിനിടയ്ക്ക് മീൻ കൃഷി, ഇങ്ങനെയുള്ള സർവത്രാദി പണി അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കാർന്നവർക്ക് ഇപ്പോൾ അസുഖമാണ്.
ഈ കാർന്നവരെ ശുശ്രൂഷിക്കണം, തീട്ടമൂത്രം കോരേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോരണം, അതുപോലെ തന്നെ മരുന്ന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇവരാണെങ്കിൽ ഒരു BSc നേഴ്സും കൂടെ ആണല്ലോ. അതായത് എല്ലാ ശുശ്രൂഷയും ചെയ്യാൻ പറ്റിയ തികഞ്ഞൊരു വ്യക്തിയാണ് ഈ ഷൈനി എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇവരെങ്ങനെയും ഈ വീട്ടിൽ തിരിച്ചു വരണം. 10 പൈസ കൊടുക്കുകയും വേണ്ടല്ലോ. ഇവർക്ക് ഈ നോവി എന്ന് പറഞ്ഞ ഭരനാറിക്കൊക്കെ കള്ള് കുടിച്ച് മൂത്ത് കഴിയുമ്പോൾ ചവിട്ടാനും തൊഴിക്കാനും ആയിട്ട് ഒരു സാധനം വേണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് അവർ പരമാവധി ആ സ്ത്രീയെ പീഡിപ്പിച്ചത്. അതായത് നല്ല തൻ്റെ ഇടമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ ഷൈനി. അവർക്ക് സാധാരണഗതിയിലുള്ള പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് ജീവിക്കാനായിട്ടുള്ള നല്ല മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ പലരും ചോദിക്കും, അങ്ങനെയുള്ളവർ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു കടുങ്കൈക്ക് പോവുകയെന്ന്. അവർക്ക് ഒരു രീതിയിലും അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ആ കടുങ്കൈ ചെയ്തത്. പിന്നെ ചിലർ പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ഷൈനിക്ക് എന്താണ് അധികാരം എന്ന്, അല്ലെ അവകാശം എന്ന്. അവർ എല്ലാ രീതിയിലും ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് അവർക്ക് മനസ്സ് തോന്നിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് പറയാമല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നത് അവരുടെ അമ്മയാണ്. അമ്മ കുഞ്ഞുങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകും, മക്കളെ ഞാൻ പോവുകയാണ്, എനിക്ക് ഒരു രീതിക്കും ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചു വളർന്ന് നല്ലൊരു രീതിയിൽ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അത് നമ്മുടെ അനുമാനം മാത്രമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അതുങ്ങളുടെ അമ്മ പിരിഞ്ഞു പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ല അമ്മേ, ഞങ്ങൾ അമ്മേനെ വിടില്ല, അഥവാ അമ്മ പോകുകയാണെങ്കിൽ അമ്മയോടൊപ്പം ഞങ്ങളും എന്നാ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചതിന്